സാലയെ സംബന്ധിച്ചിടത്തോളം അന്ന് അയാൾ ഒരു സന്ദേഹാവസ്ഥയിലായിരുന്നു. റോമയുടെ എല്ലാമെല്ലാമായി അയാൾ മാറിത്തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ മികച്ച കോൺട്രാക്ട് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ചെൽസിയിൽ നിന്നും പരാജയപ്പെട്ട് തലകുനിച്ച് പടിയിറങ്ങിയവനാണ് സാല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയിക്കുക എന്നത് ഉറപ്പു പറയാൻ കഴിയില്ലാത്ത ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ ഓഫർ ലിവർപൂളിന്റേതാണ്. തന്നിലെ പ്രതിഭയെ പൂർണ്ണരാക്കാൻ അത്രയേറെ കഴിവുള്ള കോച്ചാണ് യൂർഗൻ ക്ലോപ്പ്. തന്റെ പ്രതിഭയിൽ ഉറച്ചു വിശ്വസിക്കുവാൻ തന്നെയായിരുന്നു അന്ന് സാല തീരുമാനിച്ചത്. യെസ്, മുഹമ്മദ് സാല ബാക്ക് ടു ഇംഗ്ലണ്ട്, ഹി ഈസ് ഗോയിങ് ടു ലിവർപൂൾ. ചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ്. മെസ്സിക്കും റൊണാൾഡോയ്ക്കും ശേഷം ഫുട്ബോളിൽ ആര് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. നെയ്മർ ജൂനിയർ എന്നായിരുന്നു തീർച്ചയായും അന്നത്തെ ഉത്തരം. പക്ഷേ ഈജിപ്ഷ്യൻ മെസ്സി എന്ന് അയാളെ വിളിച്ച ചിലരെങ്കിലും അയാളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ഓഗസ്റ്റിൽ തന്നെ അയാൾ പ്രീമിയർ ലീഗിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സീസണിൽ ലിവർപൂൾ UCL ഫൈനലിൽ എത്തിയിരിക്കുന്നു. പക്ഷേ അന്ന് സെർജിയോ റാമോസിന്റെ ഒരു കടുത്ത ടാക്കിളിൽപ്പെട്ട് അയാൾക്ക് ഫൈനലിൽ പരാജയമറിയേണ്ടി വന്നു. പക്ഷേ അടുത്ത സീസണിൽ ഒരിക്കൽ കൂടി അയാൾ ഗോൾഡൻ ബൂട്ട് അണിഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അവരെത്തുമ്പോൾ ആൻഫീൽഡിൽ വീണ ബാഴ്സയുടെ കണ്ണീരുണ്ട്. ലിവർപൂൾ ജയിക്കണമെന്ന് അന്ന് ആഗ്രഹിക്കാത്ത പലരുമില്ലായിരുന്നു. അടുത്ത വർഷം ലിവർപൂൾ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി. 30 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവിടെ മുഹമ്മദ് സല എന്ന മാന്ത്രികൻ അവസാനിപ്പിച്ചു. തുടർച്ചയായി 3-ാം സീസണിലും സാല 20-ലധികം ഗോളുകൾ നേടി. യെസ്, ഹി ഈസ് ദ ബെസ്റ്റ്. ഈ സീസണിന്റെ തുടക്കം വരെ ക്ലോപ്പിനപ്പുറം അയാളുടെ വിജയത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തീർച്ചയായും ആർക്കും അതിൽ സംശയമില്ല. ഇന്ന് എല്ലാവർക്കും ഉറപ്പാണ്, ലോകത്ത് നിലവിൽ അയാളേക്കാൾ മികച്ച ഒരാളില്ലെന്ന്. സ്വന്തം വീട്ടിൽ കയറിയ കള്ളന് ജയിലിന് പകരം പണം നൽകി സഹായിച്ച പ്രാർത്ഥന എന്ന് അർത്ഥമുള്ള നാമം പേറുന്ന സല എന്ന ആ വലിയ മനുഷ്യൻ ഇന്നിന്റെ ഏറ്റവും മികച്ചവനായി മാറിയിരിക്കുന്നു. അയാൾ ബോക്സിലേക്ക് കയറുന്ന നിമിഷം മനസ്സ് പറഞ്ഞു കഴിഞ്ഞിരിക്കണം, ഇറ്റ് വിൽ ബി എ ഗോൾ ഓർ അസിസ്റ്റ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. സാല പരാജയപ്പെടില്ല. കായിക ലോകത്തെ മനോഹരമായ വാർത്തകളും വീഡിയോകളും വിശേഷങ്ങളും ആദ്യം അറിയുവാൻ ആവേശം ക്ലബ്ബ് ഫോളോ ചെയ്യുക.